ഹലോ ഹായ്, ഇത് വീണ്ടും ഷൈജു നിങ്ങളുടെ മുന്നിൽ. അപ്പം നമ്മൾ കണ്ടിട്ട് ഒരുപാടായി അല്ലേ. അപ്പം എന്താണ് കാണാതിരുന്ന കാര്യം, നമ്മൾ ഇടയ്ക്ക് ഈ ഗ്യാപ്പ് വരാൻ കാര്യം കോവിഡ് എന്നൊരു ഭീഷണി നമുക്കുണ്ട്. ഭയങ്കര ഒരു വിപത്താണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസം പറഞ്ഞത് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് കുറഞ്ഞു വന്നതാണ്, പക്ഷേ ഇത് വീണ്ടും അതിൻ്റെ പ്രഭാവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും സേഫായിട്ടിരിക്കണം. പുറത്ത് പോവുകയാണെങ്കിൽ, അത്യാവശ്യത്തിന് പുറത്ത് പോകണമെങ്കിൽ മാസ്കുകൾ ഉപയോഗിക്കുക, സമ്പർക്കം പരമാവധി ഒഴിവാക്കുക, കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക. ഞാനും വീട്ടിൽ തന്നെയാണുള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾക്ക് നാളെ ക്ലാസ്സുകൾ പുനരാരംഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുക, അങ്ങനൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനൊക്കെ സ്ഥാപനം എടുക്കുന്ന ഒരു കരുതലാണ് നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അന്നേരം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, പെട്ടെന്ന് കംപ്ലീറ്റ് ഗ്രാസ്പാവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു സെഷൻ ഇവിടെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്തുകൊണ്ടും ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം വേറൊന്നുമല്ല, ഇങ്ങനൊരു എഫേർട്ട് എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം മുടങ്ങാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചതോടുകൂടി ഞങ്ങൾ ഓരോ അധ്യാപകരും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രധാന അധ്യാപകൻ്റെ തീരുമാനം ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് ശ്ലാഘനീയം തന്നെയാണ്. കാര്യം അത് പറയാതിരിക്കാൻ നിവർത്തില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സിൻസിയറിറ്റി ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. എനിക്ക് ആൾറെഡി അറിയാവുന്നതാണ്, ഇപ്പോൾ തിരിച്ചറിയുന്ന കാര്യമല്ല, എനിക്ക് മുന്നേ അറിയാവുന്നത് തന്നെയാണ്. കാര്യം അതിനു വേണ്ടി കുട്ടികളെ കെയർ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത് 10ാം ക്ലാസ്സിന് ആദ്യത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്നാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് പാരൻസോടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കുട്ടികൾ ഇതിൻ്റെ നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാര്യം ഇത് വെറുതെ വീഡിയോ സേവ് ചെയ്തിട്ടു എൻ്റെ ഫോണിൽ കിടപ്പുണ്ടെന്നുള്ളതല്ല. നമ്മൾ നോട്ട് എടുത്തതിനകത്ത് എഴുതിയെടുക്കണം. പറയുന്ന കഴിഞ്ഞാൽ നോട്ട്സിനകത്ത് അയച്ചു തരുമ്പോൾ അത് എഴുതിയെടുക്കണം. ഈ സെഷൻ കഴിയുമ്പോൾ എൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ മീനിങ്സ് ഞാൻ അയച്ചു തരുന്നതാണ്. മസ്റ്റായിട്ട് അത് എഴുതിയെടുക്കണം. 9ാം ക്ലാസ് പോലെയല്ല, 10ാം ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു, നിങ്ങളുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറാൻ ശേഷിയുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. 10ാം ക്ലാസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ജീവിതത്തിൽ. ആദ്യം തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ സബ്ജക്റ്റായ ഇംഗ്ലീഷ് എന്നല്ല, എല്ലാ വിഷയങ്ങളും അത് അത്രയും ഇമ്പോർട്ടൻസോടെ പഠിക്കണം. സീരിയസ്നെസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇത് എഴുതിയ ആളുടെ പേര് റസ്കിൻ ബോണ്ട് എന്നാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് born on May 1934, അതായത് മെയ് 19, 1939 അദ്ദേഹം ജനിച്ചത്. ഞാൻ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ കൂടെ നോക്കിയിരിക്കുക. ഓക്കെ, മിസ്സാവരുത്. ഈ ഓഥറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമ്മൾ ചാപ്റ്റർ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്, അല്ലെ, എല്ലാ ലിവിങ് ബീങ്സിനും വേണ്ടിയുള്ളതാണ് നേച്ചർ. മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളുള്ളൊരു സ്ഥലമാണ് പ്രകൃതി എന്ന് പറയുന്നത്, അല്ലേ. നമുക്ക് ഈ സ്പേസിൽ നമുക്ക് മാത്രമല്ല അവകാശമുള്ളത്, ഒരുപാട് ജീവികൾക്കുണ്ട്, പക്ഷിമൃഗാദികൾ ഒരുപാട് പേർക്കുണ്ട്. മനുഷ്യന് പലപ്പോഴും ചിന്തയുണ്ട് മനുഷ്യനത് മാത്രമാണ്, പക്ഷേ തെറ്റിദ്ധാരണ മാത്രമാണ്. എല്ലാവർക്കും, ഈ ജീവജാലങ്ങൾക്ക് എല്ലാം അവകാശമുള്ള സ്ഥലമാണ് ഭൂമി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യൻ എന്ത് ചെയ്യണം? പ്രകൃതിയുമായിട്ട് സന്തോഷത്തോടെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പഠിക്കണം. ബീയിങ് ഓൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും മെസ്മറൈസിംഗ് ആയിട്ട്, മാസ്മരികമായ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ അവധിയുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഷർ അവസരങ്ങൾ, ഫ്രീ ആയിട്ടിരിക്കുന്ന വേളകൾ, അല്ലെങ്കിൽ ആനന്ദകരമായ വേളകൾ, എപ്പോഴും പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ, പ്രകൃതിയെ ആസ്വദിക്കാൻ അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബീയിങ് ഓൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? എന്തിനു വേണ്ടി? ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ. നിങ്ങളുടെ പ്രകൃതിയുമായിട്ട് നിങ്ങളുടെ അവധി സമയങ്ങൾ സിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ആസ്വദിക്കാൻ, നിങ്ങളുടെ അവധി വേളകളിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങളുടെ അവധി വേളകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആനന്ദകരമായ വേളകൾ എപ്പോഴെങ്കിലും പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാര്യം ചിലവർക്ക് താല്പര്യം എന്തായിരിക്കും? പ്രകൃതി ഭംഗി ആസ്വദിക്കുക. എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ? ചിലവർക്ക് മഴ കാണുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ സൺസെറ്റ് കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അവധി സമയങ്ങൾ, നിങ്ങളുടെ ലീഷർ വിശ്രമ വേളകൾ എപ്പോഴെങ്കിലും ആനന്ദകരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സന്തോഷം പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രകൃതിക്ക് നിങ്ങൾ ആനന്ദവേളകളിൽ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. എസൻസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ അന്തസത്ത, അല്ലെ, പ്രകൃതിയുടെ ഭംഗി എന്നിവിടെ നമുക്ക് പറയാം. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്. ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നു. മാത്രമല്ല, അത് കൂടാതെ
ബ്ലെൻഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയുടെ എസൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൂടിച്ചേർന്ന് പോകാൻ ആ കുട്ടിയെ കഴിഞ്ഞു. ഒന്നുകൂടെ, ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. അപ്പം ഒരു കുട്ടി എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ പ്രകൃതിയുടെ ആ ഒരു എസൻസുമായിട്ട് പ്രകൃതിയുടെ സൗന്ദര്യവുമായിട്ട് എങ്ങനെ ഇണങ്ങിച്ചേർന്ന് പോകാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഒന്നുകൂടെ, ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ എസൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാൻ എങ്ങനെയാണ് കുട്ടിക്ക് കഴിയുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ്. പ്രകൃതി എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. സന്തോഷമായിട്ട് മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം. ബീയിങ് ഓൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും മെസ്മറൈസിങ്, ഭയങ്കര മാസ്മരികമായ ഒരു കാര്യം, സന്തോഷം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങളുടെ അവധി വേളകൾ എപ്പോഴെങ്കിലും പ്രകൃതിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് അവിടെ ചിലവഴിക്കാൻ നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. ഇവിടെ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നു. എങ്ങനെ ആ കുട്ടി എങ്ങനെ പ്രകൃതിയുടെ എസൻസ്, ആ പ്രകൃതിയുടെ അന്തസ്സത്തിലേക്ക്, പ്രകൃതിയുടെ ഭംഗിയുമായിട്ട്, പ്രകൃതിയുടെ വിഭവങ്ങളുമായിട്ട്, പ്രകൃതിയുടെ ഭംഗിയുമായിട്ട് എങ്ങനെ ഇണങ്ങിച്ചേർന്ന് പോകാൻ ആ കുട്ടിയെ കഴിയുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ടെക്സ്റ്റിലോട്ട് പോവാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine. അതായത് though the house and grounds of our home in India, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ വീടും അവിടുത്തെ ഗ്രൗണ്ടും വിശാലമായ ഭൂമിയും എല്ലാം തന്നെ were grandfather's domain. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം എന്നാണ്. ഓക്കെ, അപ്പം അവിടെ നമ്മുടെ ഇന്ത്യയിലെ നാട്ടിലുള്ള നമ്മുടെ വീടും അല്ലെ അവിടുത്തെ പറമ്പും എല്ലാം തന്നെ ആരുടെ അധീനതയിലായിരുന്നു? ഗ്രാൻഡ്ഫാദറിന്റെ അധീനതയിലാണ്. ഡൊമൈൻ. ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. അങ്ങനെയാണെങ്കിലും അവിടെ ഒരു മാഗ്നിഫിഷ്യൻ, വളരെ വലുതായ ഒരു വലിയ എന്ത് നിന്നിരുന്നു? ഒരു ബനിയൻ ട്രീ, ആൽമരം നിന്നിരുന്നു. അത് എൻ്റെതാണ്. ട്രീ വാസ് മൈൻ, അത് എൻ്റെതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്ക്, ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. അവിടെ ഉണ്ടായിരുന്ന നാട്ടിലെ നമ്മുടെ വീടും ഇല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രദേശവും ഇല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടുകൾ, വലിയ വിശാലമായ ഭൂമിയും, അതെല്ലാം തന്നെ ആരുടെ മേൽനോട്ടത്തിലായിരുന്നു? ഗ്രാൻഡ് ഫാദറിന്റെ മേൽനോട്ടത്തിലായിരുന്നു. എന്നാൽ ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. പക്ഷെ അവിടെ ഉള്ള വലിയ ബൃഹത്തായ വലിയൊരു ആൽമരം നിന്നിരുന്നു, അത് എൻ്റെതാണെന്നാണ് പറയുന്നത്. ചീഫ്ലി ബിക്കോസ്, പ്രധാനമായിട്ടും എന്താണ് കാര്യം എന്ന് അറിയാമോ? ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. എത്ര വയസ്സായത്? 65. 65 വയസ്സായ ഗ്രാൻഡ് ഫാദറിന് ഒരിക്കലും അതിൽ വലിഞ്ഞു കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ മരം എൻ്റെ അധീനതയിലാണ്, എനിക്കുള്ളതാണ്. കാരണം ഞാനാണ് അതിൽ വലിഞ്ഞു കയറുന്നത്. ഗ്രാൻഡ് ഫാദറിന് ഒരിക്കലും അതിൽ വലിഞ്ഞു കയറാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതാണ്. ടീസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഫൺ ഓഫ്, കളിയാക്കുക എന്നാണ്. ഓക്കെ, അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൺ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞ് കളിയാക്കും? ആരെ പറഞ്ഞ് കളിയാക്കും? ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. അത് പ്രഭുവിൻ്റെ ഒരു ഭാര്യയാണ്. പ്രഭുവിൻ്റെ ഭാര്യയാണ് നമ്മൾ പ്രഭ്വി എന്ന് പറയുന്ന കൗണ്ടസ് എന്ന് പറയുന്നത്. അവരാരാണ്? ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലീവ്ഡ് ദ ഏജ് ഓഫ് 117. എന്നിട്ട് പറഞ്ഞ് കളിയാക്കാൻ, നിങ്ങൾക്ക് 65 വയസ്സല്ലേ ആവുന്നുള്ളൂ. ഈ ഒരു സ്ത്രീ, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്നൊരു സ്ത്രീയെ പറ്റി നിങ്ങൾക്ക് അറിയാം. അവർ 117 വയസ്സ് വരെ ജീവിച്ചിരുന്നു. വുമൺ ഹു ലീവ്ഡ് ടു ദ ഏജ് ഓഫ് 117 വരെ. ആൻഡ് വുഡ് ഹാവ് ലീവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡൻ ഫോളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. അപ്പൊ ഇനിയും അവർ കുറെ കാലം കൂടെ ജീവിച്ചിരുന്നേനെ. ഒരു ആപ്പിൾ ട്രീയിൽ അവർ വലിഞ്ഞു കയറിയില്ലായിരുന്നു എങ്കിൽ ഈ 117 വയസ്സുള്ള സ്ത്രീ ഇനിയും കുറെ കാലം കൂടെ ജീവിച്ചിരുന്നേനെ എന്നും പറഞ്ഞ് ആരെ കളിയാക്കാറുണ്ട്? ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches. The spreading branches of the banyan tree. The spreading branches of the banyan tree. ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ആ ബനിയൻ ട്രീയുടെ ശിഖരങ്ങൾ. The spreading branches of the banyan tree which curved to the ground and took root again. അപ്പോൾ എന്ത് പറയുന്നു? അതിന് ചുറ്റും ഇങ്ങനെ വളർന്നു നിൽക്കുന്ന അതിൻ്റെ ശിഖരങ്ങൾ. അതിനൊന്ന് എന്ത് വരുന്നുണ്ട്? സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. അപ്പം നമുക്കറിയില്ലേ, ആൽമരത്തിനൊക്കെ ഇങ്ങനെ താഴോട്ട് വേര് പോലെ വന്നിട്ട് താഴെ അത് വേരെടുക്കും ഇല്ലേ? അപ്പം അതുപോലെ ഈ വലിയ ആൽമരത്തിന് ചുറ്റും നിൽക്കുന്ന ശിഖരങ്ങളിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? താഴോട്ട് ഇങ്ങനെ വേര് വന്നിട്ട് താഴെ അത് വേരിറങ്ങും, വീണ്ടും അതിന് താഴെ വേരിറങ്ങുന്നുണ്ട്. ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് എന്ന് വെച്ചാൽ ചുറ്റും ഒരു മെയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? വളഞ്ഞു പൊളഞ്ഞ ഒരു കൂട് പോലെ അല്ലേ? ചുറ്റും ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് നിൽക്കുന്നുണ്ട്. ചുറ്റും ഇങ്ങനെ വളഞ്ഞ് മീൻസ് വളഞ്ഞ് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ മരത്തിൻ്റെ.
അപ്പോൾ എന്താണ് വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ആർച്ചസ് മീൻസ് വളഞ്ഞ് ചുറ്റും ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ഓരോ ശിഖരങ്ങളിൽ നിന്നും ആ ശിഖരങ്ങൾ താഴോട്ട് വന്നിട്ട് താഴെ വേരെടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ മരത്തിന് ചുറ്റും ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ ബ്രാഞ്ചസും ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഒരു മെയ്സ് ഒരു കൂട് പോലെ ചുറ്റും ഇങ്ങനെ പടഞ്ഞ് അത് ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് താഴോട്ട് ആ വേരുകൾ ഇങ്ങനെ. മെയ്സ് ഓഫ് ആർച്ചസ് ഗിവ് മീ എൻലെസ് പ്ലഷർ. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് എന്തുണ്ടാവുന്നുണ്ട്, അതിഭയങ്കരമായ സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ ട്രീ എങ്ങനെയായിരുന്നു? ഓൾഡർ ദാൻ ദ ഹൗസ്, ആ വീട്ടിനെക്കാട്ടിയും ഒരുപാട് പഴക്കമുള്ളതാണ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, നമ്മുടെ നിൽക്കുന്ന ഇന്ത്യയിൽ ആ വീട്ടിനെക്കാട്ടിയും പഴക്കമുള്ളതാണ് ആ ബെന്യൻ ട്രീ എന്ന് പറയുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു, ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിയും പഴക്കമുണ്ട്. എന്താ ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ എന്ന് പറയുന്ന പട്ടണത്തെക്കാട്ടിയും പഴക്കമുള്ളതാണ് ആ ആൽമരം എന്നാണ് പറയുന്നത്. അപ്പം ആൽമരത്തിന് എന്തിനെക്കാട്ടിയും പ്രായമുണ്ട്? ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിയും പ്രായമുണ്ട്. ഓൾഡർ ഗ്രാൻഡ് ഫാദർ ആസ് ഓൾഡ് ആസ് എ ടൗൺ ഓഫ് ഡെറ എന്ന് പറയുന്ന പട്ടണത്തെക്കാട്ടിയും പ്രായമുള്ളതാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ താമസം ഉറപ്പിക്കുക, ഇവിടെ സ്ഥിതി ചെയ്യുക എന്ന മീനിങ്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്. ഹിമാലയൻ താഴ്വാരങ്ങളിലാണ്, ഹിമാലയൻ താഴ്വാരങ്ങളുടെ ഫുട്ട് താഴെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബെന്യൻ ട്രീ അല്ലെങ്കിൽ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദ ട്രീ വാസ് ഓൾഡർ ദാൻ ഹൗസ്. അപ്പോൾ ട്രീ എങ്ങനെയാണ്? ആ വീടിനെക്കാട്ടിയും എന്തുള്ളത്? പഴക്കമുള്ളതാണ്. ഇനി ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിയും പഴക്കമുള്ളതാണ്. ആ ഡെറ എന്ന് പറയുന്ന ടൗണിനെക്കാട്ടിയും പഴക്കമുള്ളതാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്. ഹിമാലയൻ താഴ്വാരങ്ങൾക്ക് അവിടെ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്തോന്ന് എന്ന് പറയുന്നത് ഈ ആൽമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഫുട്ട് ഓഫ് ഹിമാലയാസ് മീൻസ് ഹിമാലയൻ താഴ്വരകളിലാണ് ഈ വടവൃക്ഷം അല്ലെങ്കിൽ വലിയ മരം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോവാം. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എൻ്റെ ആദ്യത്തെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരൻ അവിടെ എന്ന് പറയുന്നത് എന്താണ്? വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ, ഒരു ചെറിയ ചാരനിറത്തിലുള്ള ഒരു സ്ക്വിറൽ എന്ന് വെച്ചാൽ അണ്ണാനാണ് എൻ്റെ അവിടുത്തെ പരിചയക്കാരൻ എന്ന് പറയുന്നത്. ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇറ്റ് ദെയർ. ആർച്ചിങ് ഇസ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അണ്ണാൻ്റെയൊക്കെ മുതു കണ്ടില്ല, ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അണ്ണാണ് സിക്സ് പാക്ക് ഇല്ലല്ലോ, അത് മുതു ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ. അപ്പോൾ ആർച്ചിങ് ഇസ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുതു ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അല്ലേ. ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ എന്ന് വെച്ചാൽ കണ്ടില്ലേ നമ്മളിങ്ങനെ മണപ്പിച്ച് നടക്കുന്ന അല്ലേ അണ്ണൻ്റെ ഒരു രീതികളിലൊന്നാണത്. He seemed at first to resent my invasion of his privacy. He seemed at first to resent my invasion of his privacy. അവൻ്റെ പ്രൈവസിയിൽ ആദ്യം ഇൻവൈഡ് ചെയ്തത്, കടന്നു കയറിയത് ഞാനാണ്. അങ്ങനെ ഒരു റിസെന്റ്, ഒരു ദേഷ്യം അവനുണ്ട്. അവൻ്റെ പ്രൈവസിയിൽ ആദ്യം കടന്നു കയറുന്നത് ഞാനാണ് എന്നതുപോലെ ഒരു ദേഷ്യം അവൻ എന്നോട് ഉണ്ട്. But when he found that I did not arm myself with a catapult or air gun. പക്ഷേ ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് അവൻ തിരിച്ചറിഞ്ഞു, അവൻ കണ്ടു എന്താണ് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പുൾട്ട്. അതായത് കറ്റാപ്പുൾട്ട് ഓർ എയർ ഗൺ. എൻ്റെ ആം മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരി എ വെപ്പൺ എന്നാണ്. ആം മൈസെൽഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ക്യാരി എ വെപ്പൺ. അത് എൻ്റെ കയ്യിൽ. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പുൾട്ട് ഓർ എയർ ഗൺ. എൻ്റെ കയ്യിൽ ഒരു കറ്റാപ്പിൾ, നമ്മൾ ചവണ എന്നൊക്കെ പറയത്തില്ലേ, തെറ്റാണി എന്നൊക്കെ പറയത്തില്ലേ പലവരെ. അപ്പോൾ ചവണ അല്ലെങ്കിൽ എയർ ഗൺ ഇല്ല എന്ന് അവന് മനസ്സിലായപ്പോൾ, ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ കൈവശം എന്തില്ലായിരുന്നു? ഒരു കറ്റാപ്പുൾട്ടോ എയർ ഗണ്ണോ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ, അതായത് എന്നൂടെ പറയാം, ആം മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ടു ക്യാരി എ വെപ്പൺ എന്നാണ്. ഓക്കെ, ടു ആം മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ക്യാരി എ വെപ്പൺ എന്നാണ്. അപ്പം ഇല്ലാന്ന് അവന് മനസ്സിലായപ്പോൾ ഹി ബിക്കേം ഫ്രണ്ട്ലിയർ. എന്തായിട്ട് മാറി? ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയർ ആയിട്ട് മാറി. ഒന്നുകൂടെ, മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്, എനിക്കില്ലെങ്കിൽ എൻ്റെ പരിചയക്കാരൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചാരനിറത്തിലുള്ള ഒരു അണ്ണാനാണ് അല്ലേ. അപ്പോൾ ഇനി ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ. ആർച്ചിങ് ഇസ് ബാക്ക്, അവൻ്റെ മുതുകൊണ്ട് വളഞ്ഞല്ലേ അണ്ണൻ്റെ ഇരിക്കുന്നത്. അങ്ങനെയാണ് അവൻ്റെ രീതി എന്ന് പറയുന്നത്. മാത്രമല്ല സ്നിഫിംഗ് ഇൻ ദ എയർ, ഞാൻ മണം പിടിച്ച് നടക്കുകയാണ് അവൻ. He seemed at first to resent my invasion of his privacy. അവൻ്റെ പ്രൈവസിയിൽ ഇൻവേഡ് ചെയ്ത് കടന്നു കയറിയത് ഞാനാണ് എന്നൊരു വിദ്വേഷം അവൻ എൻ്റെ കൂടെ ഉണ്ട്. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്, പക്ഷെ അവന് മനസ്സിലായപ്പോൾ എന്താണ്? ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് എന്താണ്? ടു ക്യാരി എ വെപ്പൺ. എൻ്റെ കയ്യിൽ ഒരു കറ്റാപ്പുൾട്ട് അല്ലെങ്കിൽ എയർ ഗൺ ഇല്ല എന്ന് അവന് മനസ്സിലാക്കിയപ്പോൾ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അവൻ എന്താ? എൻ്റെ കൂടെ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയർ ആയിട്ട് മാറി. And when I started leaving him pieces of cake and biscuits, അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ അവന് കുറേശ്ശെ എന്ത് ചെയ്യാൻ തുടങ്ങി. And when എന്താണ് പറഞ്ഞത്? And when I started leaving him piece of cake and biscuit, അവന് കുറേശ്ശെ എന്തൊക്കെ ഇട്ട് കൊടുത്തു? കേക്കും ബിസ്ക്കറ്റ്, പീസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് കൊടുത്തു. അങ്ങനെ എന്താ? ഹി ഗ്രൂ ബോൾഡർ. അവൻ കുറച്ചുകൂടെ ബോൾഡർ, സ്മാർട്ടറായിട്ട് മാറി അല്ലേ. ബോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ധൈര്യവാനായി മാറുക, സ്മാർട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ,
ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ആംസ്. അങ്ങനെ ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് പോലും ഭക്ഷണം വന്ന് എടുത്ത് കഴിക്കത്തക്ക ബോൾഡറായിട്ട് അവൻ മാറി. ഒന്നുകൂടെ പീസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ഹീ ഗ്രൂ ബോൾഡ്, അവൻ എന്തായിട്ട് മാറി? ബോൾഡായിട്ട് മാറി. ആൻഡ് ഫൈനലി അങ്ങനെ ഒടുവിൽ ബിക്കേം ഫെമിലിയർ, പരിചയമുണ്ടായി. എങ്ങനെ പരിചയമുണ്ടായി? ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ആംസ്. അങ്ങനെ ഞാൻ ആദ്യം കേക്കും ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പരിചയം അവനുണ്ടായപ്പോൾ അവസാനം എൻ്റെ കയ്യിൽ നിന്ന് വന്ന് ഫുഡ് എടുക്കത്തക്ക എന്തുപോലുമായി? ബോൾഡ് പോലും അവനായി, പരിചയം പോലും ഫെമിലിയർ, പരിചയം പോലും അവന് ആയി എന്നാണ്. അടുത്ത പാരഗ്രാഫ്. ബിഫോർ ലോങ്, അധികം വൈകാതെ, ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. ഡെൽവ് എന്ന് വെച്ചാൽ തിരയുക, തപ്പിത്തിരയുക എന്നാണ്. ഓക്കെ. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അതായത് ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്. അധികം വൈകാതെ അവൻ്റെ ഡെൽവിങ്, എൻ്റെ പോക്കറ്റിൽ വന്ന് അത് തപ്പിത്തിരയാൻ പോലെയുള്ള പരിചയത്തിലെത്തി, അങ്ങനെ തപ്പിത്തിരയാൻ തുടങ്ങി. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. ഹെൽപ്പിംഗ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഈറ്റ് വാട്ട് എവർ ഹീ ഗെറ്റ്സ്. അതായത് എൻ്റെ പോക്കറ്റിൽ തപ്പിയിട്ട് എന്തെങ്കിലും അവന് കഴിക്കാൻ തക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തപ്പി കഴിക്കുന്ന ഒരു പരിചയം വരെ ആയി. ഒന്നുകൂടെ, ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. അതായത് എൻ്റെ പോക്കറ്റിൽ അധികം വൈകാതെ അവൻ എന്ത് ചെയ്തു? ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്, എൻ്റെ പോക്കറ്റിൽ വന്ന് തപ്പിത്തിരഞ്ഞിട്ട്, ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. എൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത് തപ്പിപ്പറക്കിയെടുത്ത് കുറേശ്ശെ കഴിക്കാനുള്ള പരിചയം പോലും അവന് ആയി. ബിഫോർ ലോങ്, അധികം വൈകാതെ, ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്, വന്നിട്ട് ഡെൽവ് ചെയ്യുക, എൻ്റെ പോക്കറ്റിൽ തപ്പിപ്പറക്കുകയാണ്. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. അതായത് അവന് എന്തൊക്കെ തപ്പിയെടുക്കാൻ പറ്റുമോ അതൊക്കെ അവൻ തപ്പിയെടുത്ത് കഴിക്കുന്നത്രയും ഫെമിലിയർ ആയി, പരിചയമാണ് ഇവിടെ പറയുന്നതിനർത്ഥം. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ. വളരെ യങ്ങായിട്ടുള്ള, സ്മാർട്ടായിട്ടുള്ള, അല്ലേ, ചെറുപ്പമായിട്ടുള്ള ഒരു സ്ക്വിറലാണ്, ചെറിയൊരു സ്ക്വിറലാണ് അവൻ. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ സുഹൃത്തുക്കളും റിലേറ്റീവ്സ്, പരിചയക്കാരും അല്ലെങ്കിൽ എന്താണ് ബന്ധുക്കളും ഒക്കെ മിക്കവാറും പ്രോബ്ലി തോട്ട്, അവനെപ്പറ്റി ചിന്തിച്ചത് എന്തായിരിക്കും? ഹിം ഹെഡ് സ്ട്രോങ് എന്ന വാക്കർത്ഥം താൻ തോന്നി എന്നാണ്. ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ്, മാത്രമല്ല അവൻ ഫൂളിഷ് ആണെന്ന് വിചാരിച്ചു. എന്തിനാണ് ഫൂളിഷ്? ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട്. ഒന്നുകൂടെ പറയാം. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ. ശരി, അവൻ വളരെ യങ് ആയിട്ടുള്ള സ്ക്വിറലാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബ്ലി തോട്ട് ഹിം, അവൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ, അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ബന്ധുക്കളും ഒക്കെ പ്രോബ്ലി മിക്കവാറും ചിന്തിച്ച് കാണും. അവനെ പറ്റി എന്ത് ചിന്തിച്ചാണ്? അവൻ ഹെഡ് സ്ട്രോങ് ആണെന്ന് ചിന്തിച്ച് കാണും, താൻ തോന്നിയാണെന്ന് ചിന്തിച്ച് കാണും. ആൻഡ് ഫുളിഷ് ആണ്, മൂഢനാണെന്ന് ചിന്തിച്ച് കാണും. എന്തുകൊണ്ട്? ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ, ആ മനുഷ്യനുമായിട്ട് അടുപ്പം വന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ബന്ധുക്കളും ഒരു പക്ഷേ എന്തെന്ന് വിചാരിച്ച് കാണും? ഇവൻ ഹെഡ് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവൻ എന്താണ്, താൻ തോന്നിയാണ്, അല്ലെങ്കിൽ മൂഢൻ, ഫൂളിഷ് ആണെന്നൊരു പക്ഷേ എന്ത് ചിന്തിച്ചേക്കാം? അവൻ്റെ സുഹൃത്തുക്കളോ അവൻ്റെ ബന്ധുക്കളോ ചിന്തിച്ചേക്കാം എന്ന് പറയും. ഇനി അടുത്ത പാരഗ്രാഫ്. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അങ്ങനെ സ്പ്രിംഗ് സീസൺ എത്തിയപ്പോൾ വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ആ ബനിയൻ ട്രീയിൽ എന്തുണ്ടായി? ചെറിയ കായ്ഫലങ്ങളില്ലേ, ഈ ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ചെറിയ കായകൾ പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സ്പ്രിംഗ് സീസൺ വന്നപ്പോൾ വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ചെറിയ കുഞ്ഞ് ഫിഗുകൾ, ചെറിയ പഴങ്ങൾ, കായകൾ പിടിക്കാൻ തുടങ്ങി. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ദ ബ്രാഞ്ചസ്. അപ്പം എല്ലാ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുള്ള പക്ഷികളും വുഡ് ഫ്ലോക്ക് ഇൻ ദ, ഫ്ലോക്ക് എന്ന് വെച്ചാൽ കൂട്ടം ചെയ്ത്, പക്ഷികളുടെ കൂട്ടമാണ് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നൊക്കെ പറയുന്നത്, അല്ലെ, പക്ഷി കൂട്ടങ്ങളാണ്. അപ്പോൾ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുള്ള പക്ഷികളും വുഡ് ഫ്ലോക്ക് ഇൻ ദ ബ്രാഞ്ചസ്, അതായത് അതിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്ന് കൂടിയിരിക്കാൻ തുടങ്ങി. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, അതിലുണ്ടായിരുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ എന്നാണ്. ബുൾബുൾ ഒരു തരം സിംഗിങ് ബേർഡാണ്, ചെറിയൊരു സിംഗിങ് ബേർഡാണ്. അപ്പോൾ റെഡ് ബോട്ടംഡ് ബുൾബുൾ ഒരു പക്ഷിയുടെ പേരാണ്. ചിയർഫുൾ ആൻഡ് ഗ്രീഡി, അതെങ്ങനെയുള്ളതാണ്? സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷവതിയാണ്, മാത്രമല്ല ഭയങ്കര ഗ്രീഡി, ആർത്തി ഉള്ളതാണെന്ന് പറയുന്നു. ഇനി അടുത്തത് ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. അപ്പോൾ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, നുണ പറയുന്ന, കലവില എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോസി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നതും ഈ ശിഖരങ്ങളിൽ വന്ന് പറന്നിരിക്കുന്ന ചെറിയ തരം പക്ഷികളാണ്. പിന്നെ എന്തുണ്ടായിരുന്നു? പാരറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്തകൾ വന്നിരിക്കും, കാക്കയുടെ കൂട്ടങ്ങൾ വന്നിരിക്കും. മാത്രമല്ല എന്ത് ചെയ്യും? സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ ബഹളം വയ്ക്കുക, കലബില സംസാരിക്കുക, എപ്പോഴും ഇങ്ങനെ കലബില സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഡ്യൂറിങ് ദ, അതായത് സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുക എന്നല്ലേ, കലബില സംസാരിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വന്നിരിക്കുന്നതാണ് പറഞ്ഞത്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ വരും, ചിയർഫുൾ ആൻഡ് ഗ്രീഡിയാണ് അവറ്റകൾ. ഇനി അടുത്തത് ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ഗോസിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നുണ പറയുക, ചുമ്മാ കലബില സംസാരിക്കുക. റോസി പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പറന്നു വന്നിരിക്കുന്ന ചെറിയ പക്ഷിയാണ്. ആൻഡ് പാരറ്റ്സ് വരും, തത്തകളുടെ കൂട്ടങ്ങളുണ്ടാവും, കാക്കയുടെ കൂട്ടങ്ങളുണ്ടാവും. അവരെന്ത് ചെയ്യും? സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ, പരസ്പരം ഇങ്ങനെ കലബല ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും ഓൾ ദ ടൈം. ഇനി ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഇനി ഈ കായ്ഫലങ്ങൾ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഫിഗ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓർമ്മയുണ്ടോ? റെഡ് ഫിഗ്, ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അപ്പോൾ
ചെറിയ കായ്കൾ സമയം. അപ്പോൾ ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ, ഈ കായകൾ പിടിക്കുന്ന ഈ സീസൺ ആകുമ്പോൾ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ബനിയൻ ട്രീ ആണ് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നോയ്സസ്റ്റ്, അത് ഏറ്റവും ശബ്ദമുള്ള സ്ഥലം അവിടെ ആയിട്ട് മാറും. എന്തുകൊണ്ടാണ്? അവിടെ എന്താണ്, കുടുംബശ്രീയുടെ മീറ്റിംഗ് ഇല്ല, വേറെ സമ്മേളനങ്ങൾ, രാഷ്ട്രീയ സമ്മേളനം ഉള്ളതുകൊണ്ടല്ല അല്ലേ, രാഷ്ട്രീയ സമ്മേളനങ്ങളും മറ്റും നടക്കുന്നുണ്ടല്ല. എന്തുകൊണ്ടാണ്? ഈ പക്ഷികളുടെ ഒരുമിച്ച് വന്നിരിക്കും. ഫിക്സ് സീസണിൽ പക്ഷികൾ ഒരുമിച്ച് കൂട്ടം കൂടി പലതരത്തിലുള്ള പക്ഷികൾ വന്നിരിക്കും. അപ്പം എന്താണ്, ഈ ഫിക്സ് സീസൺ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കഴിക്കാനും അവിടെ വന്നിരിക്കാനൊക്കെ ബഹളം ഉണ്ടാക്കുകയാണ് ഈ പക്ഷികൾ. അപ്പം ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫിക്സ് സീസൺ, ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിലെ ഏറ്റവും നോയ്സ് ഉള്ള സ്ഥലം എന്തായിട്ട് മാറും? ആ ഫിക് ട്രീ മീൻസ് ആ ബനിയൻ ട്രീ ആയിട്ട് മാറും. ഒന്നുകൂടെ ലാസ്റ്റ് സെന്റൻസ്. ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ, ആ ഫിക്സ് സീസൺ ആകുമ്പോൾ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ബനിയൻ ട്രീ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നോയ്സസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോയ്സുള്ള സ്ഥലം. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ നമ്മൾ എൻ്റെ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സ്കോബ്ലിംഗ് ഈച്ച് അതർ ഓൾ ദ ടൈം, ഇപ്പോഴും കലബല ബഹളം ഉണ്ടാക്കുന്നുണ്ട് തന്നെ. ഡ്യൂറിങ് ദ ഫിക്സ് സീസണിൽ, ആ കായ്കൾ പിടിക്കുന്ന സീസണിൽ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്ഥലം, ആ റോഡിൽ ഏറ്റവും ശബ്ദമുണ്ടാക്കുന്ന, കലബല ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുമെന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. ഹാഫ് വേ അപ്പ് ദ ട്രീ, അതായത് ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ മരത്തിന്റെ ഏതാണ്ട് പകുതി, ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്. അവിടെയാണ് പലപ്പോഴും ഞാൻ എൻ്റെ ആഫ്റ്റർനൂൺസ്, എൻ്റെ ഉച്ച സമയങ്ങളും ഉച്ചവേളകളിലൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട് ഐ കുഡ് റീഡ് ദെയർ. ഇനിയിപ്പോൾ ഒരുപക്ഷെ നല്ല ചൂടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യാറുണ്ട്? ഐ കുഡ് റീഡ് ദെയർ. അവിടെ ഇരുന്ന് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പ്രോപ്പിംഗ് മൈസെൽഫ് എഗെയിൻസ്റ്റ് ദ ബോൾ. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മുട്ട് താങ്ങി നിൽക്കുക. അവിടെ എവിടെയെങ്കിലും ഒരു ശിഖരത്തിൽ ഞാൻ മുട്ട് ചവിട്ടി പിടിച്ച് താങ്ങിയിരിക്കുക. പ്രോപ്പിംഗ് മൈസെൽഫ് എഗെയിൻസ്റ്റ് ദ ബോൾ. ബോൾ എന്ന് പറഞ്ഞാൽ പ്രധാന ശിഖരം, പ്രധാന തായ്തടി എന്ന് പ്രതിമരത്തിന്റെ പ്രധാനപ്പെട്ട തടി, അതൊന്നാണല്ലോ ശിഖരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ കയറേണ്ട പകുതികളും മുകളിൽ കയറേണ്ട പ്രോപ്പിംഗ്, ഞാൻ കാല് താങ്ങി ചവിട്ടിയിട്ട് ഇരിക്കും. എവിടെയാണ് ഇരിക്കുന്നത്? അതിന്റെ ബോൾ, അതിന്റെ തായ്തടിയിൽ ഞാൻ ചവിട്ടി താങ്ങി അവിടെ ഇരിക്കാറുണ്ട്, റെസ്റ്റ് എടുക്കാറുണ്ട്. ഓഫ് ദ ട്രീ വിച്ച് കുഷൻസ് ടേക്കൻ ഫ്രം ദ ഡ്രോയിങ് റൂം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡ്രോയിങ് റൂമിൽ നിന്ന് കുറച്ച് കുഷൻസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയാണ്. അപ്പം ട്രീ വിത്ത് കുഷൻസ് ടേക്കൻ ഫ്രം ദ ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂമിൽ ഞാൻ കുറച്ച് കുഷൻസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കാൻ കംഫർട്ടബിൾ ലെവലിൽ കുറച്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രോയിങ് റൂമിൽ നിന്ന് കുഷൻസ് കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ novels ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂയിസിയ മേ ആൽകൌട്ട് മെയ്ഡ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. അപ്പം അദ്ദേഹം ബുക്കുകൾ വായിക്കും അല്ലേ പറഞ്ഞു, ഉച്ച സമയത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട് അല്ലേ, വിശ്രമവേളകൾ ഇരിക്കാറുണ്ട്. എങ്ങനെ ഇരിക്കും? പ്രോപ്പിംഗ് മൈസെൽഫ്, അതായത് മുട്ട് താങ്ങി. എവിടെ മുട്ട് താങ്ങിയിരിക്കും? എൻ്റെ തായ്തടി, എൻ്റെ ബോൾ എന്ന് പറഞ്ഞാൽ തായ്തടി എന്നാണ്. തായ്തടി മുട്ട് താങ്ങി പലപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്, ചൂടില്ല എന്നുണ്ടെങ്കിൽ. മാത്രമല്ല ഞാൻ എൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുഷൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ കുഷനോട് അവിടെ ഇട്ട് എന്തിനാണ് എൻ്റെ കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്, അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂസിയ മേ ആൽകോട്ട് എന്നൊക്കെ പറയുന്ന ഓരോ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ്. മെയ്ഡ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. അപ്പോൾ എൻ്റെ ബാഗിൽ ഇവരുടെ എല്ലാവരുടെയും ബുക്കുകൾ. അപ്പോൾ ഒരു മിക്സഡ് റീഡിംഗ് എന്ന് പറയുന്ന കാര്യം എന്താണ്? പലതരത്തിലുള്ള ബുക്ക്, ഇവരെഴുതിയ പലതരത്തിലുള്ള ബുക്കുകളുടെ ഒരു മിക്സാണ് ആ ബാഗിനകത്ത്. അപ്പം മിക്സഡ് റീഡിങ്, എനിക്ക് പലതരത്തിലുള്ള ബുക്കുകൾ വായിക്കാൻ അന്നേരം കഴിയും. അത്തരത്തിലുള്ള ബുക്കുകൾ എൻ്റെ ബാഗിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വരെ പറഞ്ഞ് നമ്മൾ മിക്സഡ് റീഡിങ്. അപ്പോൾ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക, ബാക്കി നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്നതായിരിക്കും. സോ ഇനി ഒന്നുകൂടെ പറയാനുള്ളത്, തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഇനി തരാൻ പോണ നോട്ടുകൾ എഴുതിയെടുക്കണം, അതിൻ്റെ മീനിങ്സ് ഞാൻ തരും. ഓക്കെ, അപ്പോൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ ആണ് നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്റർ കൂടെ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് കൂടെ പറയുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കി പോവുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു സമ്മറി, ഫുൾ സമ്മറി നമ്മൾ നേരിട്ട് ക്ലാസ് കാണുമ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇംഗ്ലീഷ്. സോ എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓക്കെ. ഓക്കെ, സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. വീണ്ടും കാണുന്നവരെ ബൈ.